കളക്ടർ ഈ വിഷയങ്ങളിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന ഉറപ്പ് നമുക്ക് നൽകുന്നുണ്ട്. അത് ആ സമരക്കാരെ അറിയിക്കാം. അവരുടെ പ്രതികരണങ്ങളിലേക്കും പോകാം. അതെ, ഇവര് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം ഇവർക്ക് നേരിട്ട് വന്ന് ഉറപ്പ് നൽകണം എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞത് മന്ത്രി തന്നെ ഈ കാര്യം ഞങ്ങളോട് പറയണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ രീതിയിലാണ് ഇവർ പറയുന്നത്. നൂറുകണക്കിന് പേരാണ് ഇപ്പോൾ ഇവിടെ സമരമുഖത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കളക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട്, പറയുന്നുണ്ട് ഇവിടെയുള്ള പരിഹാര മാർഗങ്ങൾ കാണാമെന്നുള്ളത്. ഞങ്ങൾക്ക് ആ ഉറപ്പ് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. കാരണം കഴിഞ്ഞ വർഷം കളക്ടറുടെ അധ്യക്ഷതയിലാണ് ഇവിടെ കളക്ടർ സന്ദർശിച്ചത്, MP MLA. പക്ഷേ 4 ദിവസമായിട്ടും ഒരു നടപടിയും സ്വീകരിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്ന കളക്ടറാണ് ഇപ്പോൾ ഇരിക്കുന്ന കളക്ടർ. ഞങ്ങൾക്ക് കളക്ടറുടെ വാക്ക് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. വകുപ്പ് മന്ത്രി തന്നെ ഇവിടെ വരണം. വകുപ്പ് മന്ത്രി വരാതെ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല. അത് ഇവിടുത്തെ ജനതയുടെ തീരുമാനമാണ്, ഒരാളുടെയും തീരുമാനമല്ല. ഇവിടുത്തെ ജനത, ഇവിടെ ഈ സമരത്തിൽ വന്നിരിക്കുന്ന ജനതയുടെ തീരുമാനമാണ്. വകുപ്പ് മന്ത്രി വരാതെ ഞങ്ങൾ ഈ സമരം പിൻവലിക്കില്ല. 100% ഉറപ്പാണ്. മരണം വരെ ഞങ്ങൾ സമരം ചെയ്യാൻ ഞങ്ങൾ തുനിഞ്ഞിറങ്ങിയേക്കാണ്. കളക്ടറുടെ വാക്ക് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ഇതാണ് സുജയ ഇവിടെ പറയുന്നത്. കാരണം കളക്ടറുടെ വാക്ക് ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നുള്ളതും കഴിഞ്ഞ പ്രാവശ്യവും ഇതേ വാക്ക് തന്നെയാണ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളതുമാണ് എടവനക്കാടിലെ ഈ ഒരു സമരം നയിക്കുന്നവർ തന്നെ പറയുന്നത്. 100 കണക്കിന് ആളുകൾ ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ പോലീസ് സന്നാഹം എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവർക്ക് വേണ്ടത് മന്ത്രിയുടെ ഉറപ്പ് തന്നെ, അല്ലെങ്കിൽ കളക്ടർ നേരിട്ട് വന്ന് നല്ലൊരു ഉറപ്പ് നൽകിയാൽ തന്നെ സമരമുഖത്തിൽ നിന്ന് മാറുകയുള്ളൂ. അതുവരെ മരണം വരെ സമരം ചെയ്യാൻ പോലും ആണ് എന്നുള്ള രീതിയിലാണ് ഇവരുടെ ഈ സമരക്കാർ പറയുന്നത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ മുൻപുള്ളതുപോലെ തന്നെ ഈ വർഷവും ഉറപ്പുകൾ മാത്രം നൽകുന്നത് മാത്രമാണ് ഉണ്ടാകുന്നത്. അതിനപ്പുറം കാര്യമായിട്ടുള്ള ഒരു പരിഹാരവും കാണുന്നില്ല. കാരണം ഇവിടെ ടൂറിസം ലോബിക്ക് വേണ്ടിയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഇവരൊക്കെ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. ഈ ടൂറിസം മാഫിയയ്ക്ക് വേണ്ടിയിട്ടോ മറ്റോ അല്ല ഇത് ചെയ്യേണ്ടത്. അതിനപ്പുറം ഇവിടെയുള്ള ജനങ്ങളെ 100 കണക്കിന് കുടുംബങ്ങൾക്ക് അവരുടെ ജീവിതങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള സൗകര്യമാണ് നൽകേണ്ടത്. കടൽഭിത്തി നിർമ്മാണം ഉടനെ നിർമ്മിക്കണം എന്നതിനപ്പുറം ഉറപ്പ് ലഭിച്ചാൽ, വകുപ്പ് മന്ത്രിയുടെ ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഇവിടെ സമരം നിർത്തി പോകുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളൊക്കെ കാണാവുന്നത് പോലെ വലിയ തോതിൽ ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. വാഹനങ്ങൾ ബ്ലോക്കായി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇവർ പറയുന്നത് ഈ ചെല്ലാനം മോഡലുള്ള കടൽഭിത്തി നിർമ്മാണം, ചെല്ലാനത്ത് തന്നെ നമുക്കറിയാം വളരെയധികം കാലം നീണ്ട പ്രക്ഷോഭങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ശേഷം തന്നെയാണ് അവിടെ ഒരു പരിഹാര മാർഗം ഉണ്ടായത്. അതുപോലെ തന്നെയാണ് ഇവരും ഇപ്പോൾ ചെയ്യുന്നത്. ഈ ചെറായി വൈപ്പിൻ സംസ്ഥാന പാത ഇപ്പോഴിതാ ഉപരോധം ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. വലിയ പോലീസ് സന്നാഹം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. തീരദേശം ടൂറിസം മാഫിയയ്ക്ക് തീരെഴുതി കൊടുക്കാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇരകൾക്ക് ഇപ്പോൾ 1 കിലോമീറ്ററോളം നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. വളരെ ഒരു മഴ വരുന്നുണ്ടെങ്കിലും അതും വകവെക്കാതെ തന്നെയായിരിക്കും സമരം മുന്നോട്ട് പോകുക എന്നുള്ള കാര്യം കൂടിയാണ് ഇവർ പറയുന്നത്. എന്താണ് ഇനി എന്താ സമരം നീണ്ടുപോവുകയാണ്? സമരം സർക്കാർ മന്ത്രി വന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തരാതെ ഇവിടെ ഞങ്ങൾ പോകൂല ഒരു കാരണവശാലും. 10-25 കൊല്ലവും ഞങ്ങൾ കിടന്ന് അനുഭവിക്കാനുള്ള കിടന്നു. നമ്മോട് പറഞ്ഞ് കളക്ടർ പറഞ്ഞതിന് ഉടനെ ഒരു പരിഹാരം ഉണ്ടാകുന്നതാണ്. നമ്മുടെ റിപ്പോർട്ടറിനോട് കളക്ടർ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കളക്ടർ പറഞ്ഞ ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ്. എന്തായിരിക്കും ആ ഒരു കാര്യത്തോട് താങ്കൾ? ഇതിനു മുമ്പും കളക്ടർ വന്ന് RDO വന്ന് ഒരുപാട് പേര് വന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. MP വന്ന് MLA വന്ന് എല്ലാവരും ഉറപ്പ് തന്നിട്ടുണ്ട്. ഇതുവരെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല. ഒരു ജിയോ ബാഗ് എന്ന് പറഞ്ഞ സംഭവം ലക്ഷങ്ങൾ മുടക്കി വെക്കും. അത് 1 മണിക്കൂർ കൊണ്ട് ഈ കടലടിച്ച് 1 മണിക്കൂർ കൊണ്ട് കീറിപ്പോവും. വേറെ ഒരു സംഭവം ഇവിടെ ചെയ്യണില്ല. കുറേ മണൽവാട ഇത് വെച്ച് തന്നെയാണ് ഞങ്ങൾക്ക് ചെയ്യണത്. തൽക്കാല ആശ്വാസം മാത്രം. ഞങ്ങൾക്ക് ഇനി ചെയ്യണമെങ്കിൽ പൂർണ്ണമായിട്ടും ഈ കടൽക്ഷോഭം സംഭവിക്കാതിരിക്കുന്നതിൽ ചെല്ലാനം മോഡൽ ചെയ്യണം. അത് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ഇനി പറ്റുള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് സുജ, ഈ ചെല്ലാനം മോഡലുള്ള ഒരു കാര്യം തന്നെയാണ്. നേരത്തെ ജിയോ ബാഗുകൾ എന്ന് പറയുന്നത് താൽക്കാലിക ആശ്വാസം മാത്രമാണ്. സമരം തുടരുകയാണ്, പ്രതിഷേധം തുടരുകയാണ്, റോഡ് ഉപരോധമാണ്, വാഹനങ്ങൾ കടന്നു പോകുന്നതിനടക്കം സംസ്ഥാന പാതയായതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മഴയ്ക്കുള്ള ലക്ഷണം കാണുന്നുണ്ട്. മഴ പെയ്യുകയാണെങ്കിൽ സമരക്കാർ അവിടെ തുടരുമോ എന്നതും അറിയേണ്ടിയിരിക്കുന്നു. ജസീം അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക.